ഈ ആൾക്കാർക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ട് കുറേ അധികം ഡൗട്ട്സ് ഉണ്ട്. ആൾക്കാർക്ക് അധികം ഡൗട്ട് ഫുഡ് റിലേറ്റഡ് ഉണ്ടാവുള്ളൂ. രാത്രി ഭക്ഷണം കഴിച്ചാൽ ശരീരഭാരം കൂടുന്നു പറയുന്നുണ്ട്. ശരീരഭാരം കൂടുന്നത് എക്സസ് കാലറിയിലുള്ള ഭക്ഷണം രാത്രിയായാലും പകലായാലും കഴിച്ചാൽ കൂടും. അത് നമ്മൾ എത്ര കാലറി എക്സസ് കഴിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ ഒരു മെയിൻ പോയിന്റ്. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നെഗറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ, ഈ രാത്രി ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമുക്കൊരു കുറച്ചൊരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കിട്ടും. ഏർലി ഡിന്നർ കഴിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വരെ കുറേ സമയം കിട്ടുകയാണെങ്കിൽ, ഒരു 12 to 14 hours 16 hours കിട്ടുകയാണെങ്കിൽ അതിന് ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ആ ബെനിഫിറ്റ് ഇല്ലാതാവും. അപ്പോൾ നാച്ചുറലി രാത്രി ഭക്ഷണം കഴിക്കുന്നത് ഒരു നെഗറ്റീവ് തന്നെയാണ്. പിന്നെ ഓവറോൾ വെയിറ്റ് കൂടുന്നത് നമ്മുടെ കാലറി കൂടുന്നത് കൊണ്ടാണ്. ഈ ബ്രൗൺ ഷുഗർ വെളുത്ത പഞ്ചസാരയേക്കാൾ നല്ലതാണ്. അത് ആക്ച്വലി ഒരു മിത്താണ്. ആക്ച്വലി ഈ രണ്ട് ഷുഗറിലും ഷുഗർ ഉണ്ട്, ഈ ഗ്ലൂക്കോസ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ എത്ര ഉപയോഗിക്കുന്നത് അനുസരിച്ചിരിക്കും. പിന്നെ ഈ ബ്രൗൺ ഷുഗറിൽ ഒരു അയണിൻ്റെ കണ്ടന്റ് കുറച്ച് അധികം ഉണ്ട് എന്നുള്ളൊരു അഡീഷണൽ ഇത് മാത്രമാണ്. അല്ലാതെ ബ്രൗൺ ഷുഗർ ഭയങ്കര ഹെൽത്തി ആണ് എന്ന് പറയാം. പഴം കഴിച്ചാൽ പ്രമേഹം കൂടുന്നു പറയുന്നുണ്ട്. അത് എഗെയിൻ ഡിപ്പെൻസ് അപ്പോൾ എന്ത് പഴമാണ് കഴിക്കുന്നത്. നമ്മുടെ നാടൻ പഴമാണെങ്കിൽ തീർച്ചയായിട്ടും പ്രമേയം കൂടുന്നുള്ളതാണ്. പ്രമേയത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുക എന്നുള്ളതാണ്. നമ്മൾ അതുകൊണ്ടാണ് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള പഴങ്ങൾ കഴിക്കണം എന്ന് പറയുന്നത്. ഉദാഹരണത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേരക്ക, പപ്പായ, അതല്ലെങ്കിൽ ആപ്പിള്, മുസമ്പി, ഓറഞ്ച്, ഇങ്ങനത്തെ ഫ്രൂട്ട്സിൽ ആക്ച്വലി ഷുഗറിൻ്റെ കണ്ടന്റ് കുറവാണ്. നേരെ മറിച്ച് പഴം, ചക്ക, മാങ്ങ, മുന്തിരി ഇങ്ങനത്തേലാണെന്നുണ്ടെങ്കിലോ ഷുഗറിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ ഏത് ഫ്രൂട്ട്സ് കഴിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് ഈ നമ്മുടെ ഷുഗർ കൂടുന്നത്. പിന്നെ ഈ ഭക്ഷണം ഒഴിവാക്കിയാൽ ശരീരഭാരം കുറയുന്നു പറയുന്നുണ്ട്. അതിലെന്താ? തീർച്ചയായിട്ടും ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ ശരീരഭാരം കുറയണമല്ലോ. ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലറി കുറയാണ്. കാലറി നമ്മുടെ ആവശ്യത്തിനേക്കാളും കുറച്ചിട്ടാണ് ശരീരം കുറയ്ക്കുന്നത്. ഇപ്പം നമ്മൾ ഡയറ്റിങ്ങിലൊക്കെ ഒരാൾക്ക് ഒബീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഓവർ വെയിറ്റ് പൊണ്ണത്തടിയുള്ള ആളുകൾക്ക് ഡയറ്റിംഗ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക തന്നെയാണ്. ക്വാണ്ടിറ്റി കുറയ്ക്കുക മാത്രമല്ല, കുറച്ച് ഹെൽത്തി ആക്കും കൂടി ചെയ്യും. എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള അല്ലെങ്കിൽ കാലറീസ് കൂടുതലുള്ള ഭക്ഷണത്തെ കുറയ്ക്കുകയും കാലറീസ് കുറഞ്ഞ ഭക്ഷണത്തിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറയും. പിന്നെ ഈ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും. അതൊരു മിത്താണ് ആക്ച്വലി. പ്രത്യേകിച്ച് മുട്ടൻ്റെ മഞ്ഞ കഴിച്ചാലെന്നുള്ളത് അതൊരു മിത്താണ്. ദാറ്റ് ഈസ് നെഗ്ലിജിബിൾ. ആക്ച്വലി കൊളസ്ട്രോൾ കുറച്ച് യോക്കിൽ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ മൊത്തത്തിലുള്ള ബോഡീൻ്റെ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു പോയ്സൺ അല്ല കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണേ. അത് നമുക്ക് ആവശ്യമുള്ള റേഞ്ചിലുള്ളത് നല്ലത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അത് ദാറ്റ്സ് ഓൺലി എ നെഗ്ലിജിബിൾ എമൗണ്ട്. ദാറ്റ്സ് ഓൺലി എ മിത്ത്. ഡസന്റ് മാറ്റർ മുട്ട കഴിക്കാമെന്നാണ്. വിത്ത് എഗ് യോക്ക് ആയിട്ട് തന്നെ കഴിക്കാമെന്ന്.